നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിഗ്രി ലെവലിൽ വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, അതായത് നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇനി നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവലിൽ വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ലാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2019 ലാസ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, അതായത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി NCA അതുപോലെ തന്നെ കാസ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ 2019 അവസാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ലെവലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ സമയത്ത് നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 497/2019 ആയിരുന്നു. ഓക്കെ, അതുപോലെ 2020 ഫെബ്രുവരിയിലായിരുന്നു അവസാനമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 2020 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്താ പിന്നീട് അതിനുശേഷം കേരളത്തിൽ നടന്നത്. ഭയങ്കരമായിട്ടുള്ള കോവിഡ് വന്നു, ലോക്ക്ഡൗണിലേക്ക് കേരളം പോയി. അതുകൊണ്ട് തന്നെ കോവിഡ് മൂലം ഈ ഒരു പരീക്ഷ നീണ്ടുപോയി. അങ്ങനെ 28/12/2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തത്, PSC പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഈ ഒരു കോവിഡ് കാരണം എന്താണ് സംഭവിച്ചത്, ഒരുപാട് എക്സാമുകളുടെ വൈകിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് അതൊക്കെ ഒരുപാട് അങ്ങോട്ട് നീണ്ടുപോയി. അപ്പോൾ നമുക്കറിയാം എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര ഇയർ ആണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി? നമുക്കറിയാം 1 ഇയർ ആണെന്നുള്ളത്, അല്ലെ? ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി വരുന്നത്, അല്ലെ? അപ്പോൾ ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ 3 വർഷത്തോളം നമുക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി വരും. പക്ഷെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നമ്മുടെ ജയിൽ സൂപ്രണ്ട് ഒഴിച്ച് ബാക്കി മിക്കതിനും തന്നെ 1 ഇയർ ആണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അല്ലാതെ ഒരു നോർമൽ PSC വിളിക്കുന്ന പരീക്ഷകൾക്ക് 3 വർഷത്തോളം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരും. അങ്ങനെയാണെങ്കിൽ 28/12/2023 വന്ന നോട്ടിഫിക്കേഷനിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം 28 അല്ലെങ്കിൽ 27-ാം തീയതി അല്ലെ 2024 ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പയറി ആയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എപ്പോഴാണ്, ജൂലൈ മാസത്തിലാണ്, അല്ലെ? അപ്പൊ പുതിയ നോട്ടിഫിക്കേഷൻ PSC ജൂലൈ 31-ാം തീയതി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോവുകയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് ഇത് എന്താണ്, ഒരു 6 മാസം മുൻപേ വന്ന് ഈ ഒരു 2023 ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ട ഒരു ടൈം കഴിഞ്ഞു. പക്ഷെ ഇതെന്താണ്, ഒരുപാട് ഡിലേ ആയി പോയതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് വൈകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കേ, ജൂലൈ 31-ാം തീയതിയാണ് ഈ വരുന്ന, അതായത് ഈ മാസം 31-ാം തീയതിയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ 2019 വന്നിട്ട് 2023 നീണ്ടുപോയത് കോവിഡ് കൊണ്ട് മാത്രമല്ല, അതിന്റെ പുറകിൽ വലിയൊരു കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ കേസ് എല്ലാം തീർന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതാണ് ഈ വർഷം. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 146 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. പക്ഷേ ഈ ടോട്ടൽ അഡ്വൈസ് 146 പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഇത്രയും വേക്കൻസി എന്തായാലും കാണാനുള്ള സാധ്യതയില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്കൊരു 40-ഓ 60-ഓ വേക്കൻസിയാണ് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി, ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കേണ്ടത്, അല്ലെ? അപ്പൊ നിലവിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് നമുക്ക് ഏറ്റവും പുതിയ സാലറിയാണ്. അതായത് നമുക്ക് 2019 വന്ന സമയത്ത് 30,700 മുതൽ 65,400 ആയിരുന്നു എന്ത് വരുന്നത്, സ്കെയിൽ ബേസ് ഓഫ് പേ എന്ന് പറയുന്നത്. ഇതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. 2024 നമുക്കൊരു NCAയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് ബേസ് ചെയ്തിട്ട് റിസർവേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പുതുക്കിയത് പ്രകാരം 43,400 മുതൽ 91,200 വരെയാണ് ബേസ് പേ ലഭിക്കുന്നത്, ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കുന്നത്. പക്ഷെ നമുക്ക് സബ് ഇൻസ്പെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു 45 രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യും, കയ്യിൽ
സ്റ്റാർട്ടിങ് 45 രൂപയാണ് നമുക്ക് വരുന്നത് കേട്ടോ. കയ്യിൽ കിട്ടുന്നതല്ല, ഞാൻ 45 പറഞ്ഞത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 31 തീയതി വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ്, എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ജനറൽ കാറ്റഗറി ആണോ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 31 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. OBC ആണെങ്കിൽ, അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പം ഇപ്പം നിങ്ങൾക്ക് +3 വരും. അതായത് എത്രയാണ്, 34 വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ OBCക്കും 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ SC STക്കും ഇതിന് അപേക്ഷിക്കാം. നിങ്ങൾ വേറൊന്നും നോക്കണ്ട, ഡൗട്ട് വരും. അതായത് ഈ ജൂലൈ 31 തീയതി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 34 വയസ്സ് പൂർത്തിയായോ അപേക്ഷിക്കാം. ഓക്കെ, 36 വയസ്സായോ SC STക്ക് ആണെങ്കിൽ അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിക്ക് 31 വയസ്സാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത്രയും എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഔട്ട്ഡോർ വർക്കിനും അതുപോലെ തന്നെ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനും ഫിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഫിസിക്കലി ഏബിൾഡ് ആയിട്ട്, അല്ലെങ്കിൽ PWD ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വീക്ക് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെന്റിമീറ്റർ ഹൈറ്റ്, SC STക്ക് 160 സെന്റിമീറ്റർ, അതുപോലെ ചെസ്റ്റ് മെഷർമെന്റ് 81 സെന്റിമീറ്ററും ചെസ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് ഇത്രയും ഫിസിക്കലി നിങ്ങൾ ഇത്രയും ഫിറ്റ് ആണ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഫീമെയിലിന് വ്യത്യാസമുണ്ട്. ഫീമെയിലിന് 152 സെന്റിമീറ്റർ ഹൈറ്റും SC STക്ക് ആണെങ്കിൽ 150 സെന്റിമീറ്റർ ഹൈറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ എന്താണ് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ NC ABC സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2, 3, 5% വെയിറ്റേജ് അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന് കൂടി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമല്ല, കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നിങ്ങൾക്ക് എന്തുണ്ട്, ഫിസിക്കൽ ഉണ്ട്. ഫിസിക്കൽ എന്ന് പറയുമ്പം നമുക്ക് 8 ഐറ്റം ഉണ്ടാകും. ആ 8 ഐറ്റത്തിൽ മിനിമം 5 ഐറ്റം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഫിസിക്കലി നിങ്ങൾ പാസ് ആവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി വരുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ് ഇൻസ്പെക്ടർ നമ്മൾ ഈ വർഷം, അതായത് ഡിഗ്രി ലെവലിൽ നമുക്ക് നടക്കുന്ന ഒരു എക്സാമാണ്. SBCID ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് വരാനിരിക്കുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ജൂലൈ 31 തീയതി വരികയാണ് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സബ് ഇൻസ്പെക്ടർ, ഇയർലി വിളിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്ക് എല്ലാത്തിനും കൂടി നമുക്ക് ഒരൊറ്റ പ്രിലിംസ് എക്സാം ആയിരിക്കും PSC നടത്തുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൻസിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സൈസ് അല്ലെങ്കിൽ യൂണിഫോം തസ്തിക്ക് സ്വപ്നം കണ്ട് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മുതൽ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴേ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ കൂടെ തന്നെ നിങ്ങൾ എക്സാമിനും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്ക് എല്ലാം കൂടെ കൂടി നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഒരൊറ്റ കോഴ്സിൽ AZB അക്കാഡമിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു സിംഗിൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഈ എക്സാമിനെല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കൊടുക്കുന്നത്, നമ്മളിപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് പ്രസൻറ്റേഷനിലൂടെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഒരു കാര്യം പഠിക്കണമെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിഗ്രി ലെവലിൽ 50 മാർക്കിൻ്റെ ഹോട്ട് ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി മലയാളത്തിനും ഇംഗ്ലീഷിൻ്റെയും വൊക്കാബുലറി തരുന്നുണ്ട്. 5 ദിവസമാകുമ്പോൾ 50 ക്വസ്റ്റ്യൻസിൽ നിന്നും വീക്ക്ലി 25 മാർക്കിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്കുണ്ട്. അതുപോലെ ഡിഗ്രി ലെവൽ മാത്രമായിട്ടുള്ള PYQ സെറ്റ് ഓഫ് പ്രാക്ടീസ് നമ്മൾ നൽകുന്നുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള സെറ്റ് നമ്മൾ നൽകുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി എക്സാം ആകുമ്പോൾ മാക്സിമം സപ്പോർട്ടും മാക്സിമം റിവിഷൻസും, ജോലി ഞങ്ങൾ പറയും പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. കൂടുതൽ അറിയാനായി ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.